ആണ്. പിന്നെ മികച്ച നടനും നടിയൊന്നും ഇല്ല, ആരും മര്യാദ അഭിനയിച്ചിട്ടില്ല. ശരി. അതെ, ചെറിയൊരു പരാതി ഉണ്ട്. എന്താ? അതെങ്ങനെയാ ഈ 56 നിങ്ങൾ ഫസ്റ്റ് കൊടുക്കുക? എന്താ നാടകത്തിന്റെ പ്രശ്നം? ഏതാണ് നിങ്ങളുടെ നാടകം? നാടകം ആ അവസാനം കളിച്ച പിള്ളേര് എന്താണ് കാണിച്ചത്? പിന്നെ വെയിലും മഴയൊക്കെ നിന്ന് വർത്താനം പറയല്ലേ? ഇവിടെ വെയിലുണ്ടല്ലോ, ഇവിടെ വെയിൽ നിന്ന് വർത്താനം പറയണോ? നിങ്ങൾ നാടകം കണ്ടിട്ടില്ലേ? ആ നാടകം കണ്ടിട്ടുണ്ട്. നല്ല കളർ ലൈറ്റ് ഒക്കെ വേണം നാടകത്തിന്. ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ നാടകം എന്ന് പറഞ്ഞാൽ നല്ല കളർഫുൾ ആയിരിക്കണം, നല്ല കളർ ഇങ്ങനെ കാണണം. അതെ, നിങ്ങൾ നാടകം കണ്ടിട്ടുണ്ടോ? ആ പിന്നെ കണ്ടല്ലേ. ഇപ്പൊ കുട്ടികളുടെ നാടകം എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അറിയാവോ? അറിയാലോ. എന്താണ് എനിക്ക് നാടകം അറിയാൻ പാടില്ല. നാടകത്തിന്റെ കമന്റ് നാടകത്തിന്റെ രംഗപടത്തിലേക്കാണ് എന്നെ പെട്ടിട്ടത്, അറിയാവാ? അറിയാനുണ്ട്. നിങ്ങൾ വേറെ ഒന്നും പറയണ്ട. നിങ്ങൾ ഒരു നാടകം കണ്ടിട്ടുണ്ടോ? ഒരു നാടകം അത് പറ. ഒന്നല്ല, ഇപ്പൊ എത്ര കണ്ടോ? ഇതിന് മുമ്പ് കുറെ നാടകം കണ്ടവളാണ് ഞാൻ. എന്റെ മാഷ നാടകത്തിനൊക്കെ അത്യാവശ്യം ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളെ ഇരുത്തണ്ടേ? ഈ ചെറിയ ആളുകളെയൊക്കെ നാടകത്തിൽ ഇരുത്തി കഴിഞ്ഞാൽ എങ്ങനെ മുന്നോട്ട് പോകും? സത്യം മാഷെ പറയണം. മണ്ടോരി ടീച്ചറിനെ പോലത്തെ ഒരാളോട് അങ്ങനെയൊക്കെ സംസാരിക്കാൻ കൊള്ളാമോ? വലിയ കലാകാരിയല്ലേ? അങ്ങനെ പറയുന്നത് നമ്മുടെ ഈ പഞ്ചായത്തിൽ തന്നെ ഏറ്റവും നല്ല നാടക നടിയാണ് മണ്ടോദരി മേഡം. നാടക കുടുംബത്തിൽ ജനിച്ച ആളാണ്. ഇത് അറിയാതെ നിങ്ങൾ സംസാരിക്കും. കുടുംബത്തിൽ ജനിച്ച മഹിമൻ നിങ്ങൾ പറയണ്ട. ഒരു അഭിനയിച്ച നാടകത്തിന്റെ പേര് പറയും, അത് കേൾക്കട്ടെ. ഒരുപാട് നാടകം ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും നാടകത്തിന്റെ പേര് പറയാം. ഒരുപാട് നാടകം ചെയ്തിട്ടില്ല. കുറച്ചായി നല്ല നാടകക്കാരനാണ്. മാഷ് വലിയ നാടകക്കാരനൊക്കെയാണ്, നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ ജഡ്ജസിനെ നിങ്ങൾ ചോദ്യം ചെയ്യാൻ നിൽക്കരുത്. എ ഗ്രേഡ് കിട്ടിയ 95 എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഒരു മനുഷ്യൻ കൈയടിച്ചില്ല. 56 എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ കൈയടിച്ചു. മാനസിക നില തെറ്റിയ ആളുകളെ ഈ പരിപാടിക്ക് കൈയടിക്കലല്ല മാനദണ്ഡം. അവാർഡ് സിനിമക്ക് ആളുകൾ കേറാറുണ്ടോ? അപ്പൊ അത് മനസ്സിലാക്കാനുള്ള കഴിവുള്ളതുകൊണ്ടാണ്. ഞാൻ ഈ നാടകമൊക്കെ കണ്ടതാ. മേഡം പറഞ്ഞ പോലെ തന്നെയാണ്. ഒന്നും നിലവാരം. പറയുള്ളൂ. എന്താണ് നിങ്ങൾക്ക് ഇതിനെ സംരക്ഷിക്കണമല്ലോ. പിന്നെ ഞങ്ങൾക്ക് എല്ലാ നാടകത്തിനും പ്രൈസ് കൊടുക്കാൻ പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം. നിങ്ങൾ ഈ ഡാൻസ് കളിക്കുന്ന സ്റ്റേജ് ഇവിടുത്തെ ഏറ്റവും വലിയ 1-ാം നമ്പർ സ്റ്റേജിലാണ് ഡാൻസ് കളിക്കുന്നത്. ഒരു കുട്ടി നിന്ന് ഡാൻസ് കളിക്കാൻ ഇത്രയും വലിയ ആർഭാടത്തിന്റെ ഒരു കാര്യമില്ല. ഈ 8-10 കുട്ടികൾ നിന്ന് നാടകം കളിക്കുന്നല്ലേ ഇവിടെ. ആ സ്റ്റേജല്ലേ ഇത്? ഒരു തൊഴുത്തു പോലെ സ്റ്റേജല്ലേ? എട്ടിപ്പീഡിയ പോലുണ്ടല്ലോ. അതിന് ഓഡിയൻസ് കൂടുതലുള്ളതുകൊണ്ടാണ് 1-ാം തീയതി അതിന് അനുവദിച്ചത്. എത്ര ആർക്ക് വേണം ഈ നാടകം? നാടകത്തിന് സ്റ്റേജ് മതി. അതുപോലെയാണോ ഡാൻസിന്? ഡാൻസിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50,000 1 ലക്ഷം റുപ്യ ചെലവാക്കിയിട്ടാണ് കുട്ടി ഡാൻസ് പഠിക്കുന്നത്. അത് കാണാൻ എന്തോ ആൾക്കാർക്ക് അറിയോ? എന്റെ മാഷെ, നാടകത്തിന് വരുന്ന ചെലവിനെ പറ്റി നിങ്ങൾക്ക് വല്ലതും അറിയാം? ചെലവുണ്ടായിട്ട് എന്താ കാര്യം? നാടകം കാണാൻ ആള് വേണ്ടേ? ഞാനൊരു കാര്യം പറയാം. നാടകത്തെക്കാൾ നല്ല കലയാണ് ഡാൻസ്. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ടീച്ചർ ഡാൻസിനെ പറ്റി എന്താ അറിയാ? എന്താണ്? എന്തുകൊണ്ടാ അറിയാം? അറിയാം. ഇമ്മ എല്ലാ ഡാൻസിനും ഇമ്മ ഞാൻ ജഡ്ജായിട്ട് നിൽക്കണേ. ഡാൻസിനെ പറ്റി ABCD അറിയില്ല, ഒരു നിലവാരം ഇല്ല. എന്റെ മാഷെ, എവിടുന്നെങ്കിലും 4, 3, 7 ആൾക്കാരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് എല്ലാ ഐറ്റത്തിനും ഈ ആളുകളെ തന്നെ ഇരുത്തുന്ന ഈ പരിപാടി ഉണ്ടല്ലോ, അത് നിങ്ങൾ അവസാനിപ്പിച്ചു. പൈസ ലാഭിക്കുന്ന കാര്യം എല്ലാ കലയിലും പ്രാവീണ്യം നേടിയവരാണ്. അരമണ്ഡലത്തിൽ എനിക്കറിയാം. ഒന്ന് ഇരിക്കുന്ന സമ്മാനം പോലും കിട്ടിയില്ല. തന്റെ കുട്ടിക്ക് സമ്മാനം കിട്ടാത്തതിനാണ് ഈ പരാതിയായിട്ട് വന്നത്. അങ്ങനെ എല്ലാവർക്കും സമ്മാനം കൊടുക്കാൻ പറ്റും. എത്ര കാലത്തെ റിഹേഴ്സലാ നിങ്ങൾക്കറിയാം? അതൊക്കെ പറഞ്ഞോളൂ. അതൊക്കെ സമ്മാനം കിട്ടാത്തതിന്റെ മിമിക്രിക്ക് ഇയാൾ തന്നെയാണ്. അതെ, മിമിക്രിക്ക് ഇയാളിരുന്ന എന്താ കുഴപ്പം? കുഴപ്പമുണ്ട്. എന്ത് കുഴപ്പം? എല്ലാം തികഞ്ഞ സമ്പൂർണ്ണ കലാകാരനാണ് അയാള്. ഇയാളുടെ വീട് എവിടെയെന്ന് അറിയോ നിനക്ക്? ഇത് ആരാന്നറിയാമോ നിനക്ക്? ആരാന്നറിയാമോ? ഇത് കലാഭവൻ രാഘവൻ. കലാഭവനിലേക്ക് പോണതിന്റെ റോഡിന്റെ സൈഡിലാണ് അയാളുടെ വീട്. നന്നായി ചെയ്ത മക്കൾക്ക് ഒരു ഗ്രേഡ് എങ്കിലും കൊടുത്തുകൂടെ? നന്നായി കൊടുക്കുമല്ലോ. മിമിക്രിയിൽ എന്തെങ്കിലും ഐറ്റം കാണിക്കാറ് നിങ്ങൾക്ക്? മിമിക്രിയിലായിട്ടോ? നീ അവിടെ നിൽക്ക്, രാവിട്ടേക്ക് വന്നേ. എന്ത് പറയുന്നേ? മിമിക്രിയിൽ എന്തെങ്കിലും കാണിക്കാൻ അറിയാമോ? മിമിക്രിയിലെ എന്തേലും കാണിക്കാൻ അറിയാമോ? അല്ലെങ്കിൽ ഇവിടെ കിടന്ന് തല്ലി കൊള്ളു എല്ലാവരും. മിമിക്രിയിലെ എന്റെ പട്ടിയുടെ പൂച്ചയുടെ ഒക്കെ സ്വരം എന്തേലും എടുക്കാൻ അറിയാമോ? പൂച്ച? അന്ന് കാണിക്കേ.
ഇത് കാട്ടുപൂച്ച. എന്തിനാണ് ഇവരെ കാണിക്കാൻ നിൽക്കണത്? അല്ല ആള് പ്രഗത്ഭനാണെന്ന് അറിയണ്ടേ? എന്റെ മൊയ്ത് ഭാഷ നിങ്ങൾ എന്ത് ഉദ്ദേശിച്ചിട്ട് ഇറങ്ങിയേക്കുന്നത്? നമ്മൾ ഈ പരിപാടി നടത്തേണ്ട സംഘാടകരല്ലേ? നിങ്ങൾ നൽകി ട്രോഫിയുടെ ചുമതലയുള്ള ഒരാളല്ലേ? നിങ്ങൾ ഇത് കൊളാക്കാൻ വേണ്ടി നിൽക്കുക. സുഗത മാഷെ കൊളാക്കല്ല, നമ്മള് ഇവിടെ ഈ മാഷിന്റെ വേദനകൾ മനസ്സിലാക്കണം. അതേമാതിരി ഒരുപാട് പേർക്ക് വേദന ഉണ്ടാവുന്നത് എല്ലാവർക്കും നമുക്ക് പ്രൈസ് കൊടുക്കാൻ നമുക്ക് ഒരു കാര്യം ഞാൻ പറയാം. കയ്യാൻ കളിക്കാന്ന് ഭാവമുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷൻ ഇറങ്ങേണ്ടി വരും. എന്ത് കയ്യാൻ ഇനി അതല്ല വല്ല പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്ത അപ്പീല് കൊടുക്കും. കിട്ടിയ അർഹതപ്പെട്ട പിള്ളേരെ വിവരമുള്ള സംസാരിക്കേണ്ട, വിവരമില്ലാത്ത സംസാരിച്ചിട്ട് കാര്യമില്ല. സമ്മാനം കിട്ടിയില്ലെങ്കിൽ ഒരു വാട്ടം കൂട്ടിട്ട് വന്നേക്ക. കടയിൽ പോയിട്ട് ട്രോഫി മേടിച്ചു. ഹലോ, പ്രത്യേക ആ സുരേഷേ, മോണോ ആക്ട് ആ സുരേഷേ പറഞ്ഞോ. ചെസ് നമ്പർ 4 ഇതുവരെ വേദിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 250 ആളേരോ വേദിയിൽ റിപ്പോർട്ട് ചെയ്തതാണ് ചെസ് നമ്പർ ഒരു ചാക്ക് പഞ്ചസാര അല്ലേ? ആ, പച്ചക്കറി സാധനങ്ങളും ഉണ്ട്. ആ, അരി, ആ, വെളിച്ചെണ്ണയുണ്ട്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അതെ അതെ, ഒരു കാര്യം ചെയ്താൽ മതി. എന്താ അറിയോ? അല്ല, വേണ്ട 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 വേണ്ട, ഇനി സ്കൂൾക്ക് കൊടുത്തയക്കണ്ട, സ്കൂൾക്ക് കൊടുത്തയക്കണ്ട. ഇവിടെ ആവശ്യത്തിൽ അധികം സാധനമായി. ആ, ഇല്ല, ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഒരു സാധനം പറഞ്ഞുതരാം. അതെ, ലൊക്കേഷൻ ഇട്ടുതരാം അങ്ങോട്ട്. ആ ലൊക്കേഷനിലേക്ക് വിട്ടാൽ മതി. പേര് മറ്റേ ബാലേട്ടൻ്റെ. ആ അതെ, ബാലൻ എന്നാണ് അത് പറഞ്ഞറിയും. ആയിക്കോട്ടെ, ശരി ശരി ശരി. എന്നാൽ ഞാൻ ബാലമാമനെ വിളിക്കട്ടെ. അത്യാവശ്യം സാധനം ഉണ്ട് കേട്ടോ. ബാലമാമനെ ഒരു സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റിൽ പോകാനായിട്ടൊക്കെ ആ ബാലമാമ കുറച്ച് സാധനങ്ങൾ അങ്ങോട്ട് ഒരാളവിടെ കൊണ്ട് തരും. അരി, പലവ്യഞ്ജനം, പച്ചക്കറികൾ, പിന്നെ തേങ്ങ, നാളികേരമുണ്ട്, തേങ്ങയുണ്ട്. 250 ഉണ്ട് കേട്ടോ. അല്ല, അവിടെ കൊണ്ടുവരുന്നത് എത്ര? അവിടെ കൊണ്ടുവരുന്നതെല്ലാം പ്രത്യേകം മാറ്റി അതെല്ലാം തൂക്കം എല്ലാം നോക്കി എഴുതി ബാലമാമൻ വെക്ക്. ഞാൻ വരും അവിടെ. ആ ശരി ശരി. ഓ ഓക്കെ ഓക്കെ. ഏതായാലും ഒരു 10,000 ഉറുപ്പിയിൽ കുറയാത്ത സാധനം ഉണ്ടായില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇനിയിപ്പോ കുറേ സാധനങ്ങൾ ഇവിടെ അധികം വരുമല്ലോ. അല്ല, അത് ഇപ്പൊ അല്ലറ ചില്ലറ സാധനങ്ങളാ. ഇപ്പൊ വീട്ടിൽ കൊണ്ടുപോകാനുള്ളൂ. അത് കച്ചവടത്തിനൊന്നും പറ്റില്ല. ചിലപ്പോ ചേന പകുതി മുറിച്ചൊക്കെ നമുക്ക് അങ്ങനെ അല്ല, നമുക്ക് അതൊന്നും വേണ്ട. അതൊക്കെ വീട്ടിൽ കൊണ്ടുപോകാനേ. അപ്പൊ എല്ലാവർക്കും, പിന്നെ ഇപ്പൊ നമുക്ക് മാത്രമായിട്ട് വേണ്ട, അധ്യാപകർക്ക് കൊണ്ടുപോകണവർക്കൊക്കെ കൊടുക്കാം, അടുത്തുള്ള വീട്ടുകാർക്കൊക്കെ കൊടുക്കാം. ചായയും കടിയും കൊടുത്തു തുടങ്ങിയ കടി എന്തെന്ന് മറ്റേ ഉണ്ടംപുരിയ കിട്ടിയില്ലല്ലോ. കിട്ടിയില്ല. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. എന്താണിത്? നിങ്ങൾ ഇങ്ങനെ വിഷമിച്ചാലോ? നമ്മൾ നാടകം കളിച്ചതല്ലേ? നാടകം കളിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. ചിലപ്പോൾ പ്രൈസ് കിട്ടും, ചിലപ്പോൾ കിട്ടില്ല. അതിനിങ്ങനെ വിഷമിച്ചിട്ട് എന്താ കാര്യം? നമുക്ക് അടുത്ത പ്രാവശ്യം പിടിക്കാം. പോട്ടെ. അത് ശരി, വർത്താൻ പറഞ്ഞ് നിൽക്കുക. അതേ, ഇതെന്താ കുട്ടികളും മാഷും കൂടി വർത്താൻ പറഞ്ഞ് നിൽക്കുക? ഇവർക്ക് വീട്ടിൽ പോകണ്ട മാഷേ. മോളെ, അച്ഛൻ വിളിച്ചിനി എപ്പോഴാ മോള് വരാൻ ചോദിച്ചിട്ട്. ഇതെന്താ എല്ലാവരും കരയുന്നുണ്ടോ? എന്തിനാ നിങ്ങൾ സങ്കടപ്പെടുന്നത്? മക്കളെ, നിങ്ങൾ ഉഷാറായിട്ട് കളിച്ചിക്കണത്. ഇതാ ഓഡിയൻസായി നിന്ന് ആൾക്കാർ മുഴുവൻ പറഞ്ഞ് നമ്മളെ സ്കൂളിന്റെ നാടകമാണ് നാടകം എന്ന്. പിന്നെ നിങ്ങൾ എന്തിനാ ഭസ്മിക്കണത്? കുട്ടികളെ പറ്റൊക്കെ എന്താ, മോളെ പറ്റൊക്കെ ആൾക്കാർ പറയണേ. എന്ത് രസമായിട്ടാ നിങ്ങൾ കളിച്ചേ. ആദ്യ ജഡ്ജസിന് വിവരലേറ്റ മക്കളെ നമുക്ക് സമ്മാനം കിട്ടാൻ ചെയ്യും. അത് വിടിങ്ങള്. പിന്നെ ഇടക്കിടക്കൊക്കെ നമ്മൾ തോക്കണ്ടേ അല്ല മാഷേ? എപ്പോഴും ജയിച്ചാൽ ശരിയാകുമോ? നാടകക്കാരൊക്കെ അങ്ങനെ തന്നെയാ. അടുത്ത കൊല്ലം ഇതങ്ങോട്ട് നോക്കി, നമ്മൾ ഉപജില്ലയും ജില്ലയും സ്റ്റേറ്റ് വരെ പോകും. എന്റെ മാഷേ, അതാണ്. എല്ലാരും പോയി വണ്ടി കയറി നേരെ പോയിക്കണ്ട്. ചെല്ലി ശരി, മാഷോടെ ഉണ്ടാവും. ഞാൻ ചെല്ലി കേട്ടോ. ആ വെള്ള വണ്ടിയിൽ പോയി കയറിക്കോളൂ കേട്ടോ. എല്ലാവർക്കും നല്ല സങ്കടമുണ്ട്. എങ്ങനെ സങ്കടം ഇല്ലാണ്ടിരിക്കും? ചെറിയ കുട്ടികളല്ലേ, ഓർക്കൊക്കെ ഇത് വലിയ വിഷമാ. എത്ര ദിവസമായി നിങ്ങളും കുട്ടികളും കൂടി ഇങ്ങനെ ഇവിടെ കിടന്നിട്ട് ഇങ്ങനെ അധ്വാനിക്കുന്നു.
അതിനൊരു ഫലം കിട്ടാണ്ട് പോയില്ലേ. ആ ജഡ്ജസിന് വിവരലേറ്റാണ്. ആയിക്കോട്ടെ, ശരി. പിന്നെ നിങ്ങള് നാടകം പഠിപ്പിക്കാൻ നിങ്ങൾ പറഞ്ഞ എമൗണ്ട് ഒക്കെ വലുതാണ്. ഇത് അത്രയൊന്നുമില്ല. പക്ഷേ പറഞ്ഞതിൻ്റെ ഒരു അടുത്ത് വരെ ഞാൻ അത് പിടിച്ചിക്കണം. നിങ്ങൾ കയ്യിൽ വെക്കണം. അത് വേണ്ട. എന്താ സത്യം മാഷ് നിങ്ങൾ പറയണത്? ഇങ്ങോട്ട് നോക്കി. ഒരു നാടകം പഠിപ്പിക്കാനുള്ള അധ്വാനം എന്താന്ന് എനിക്ക് മനസ്സിലാവും. അയാളെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ കുടുംബം വരെ ഒഴിവാക്കിയിട്ട് അവിടെ കുട്ടികളെ കൂടെ നിങ്ങൾ എത്ര നേരങ്ങൾ അവിടെ ചെലവഴിക്കണം സ്കൂളിൽ. അതിനുള്ള ഒരു പ്രതിഫലം നിങ്ങൾക്ക് വേണ്ടേ? ഇവിടുത്തെ ടീച്ചർമാർക്ക് ബുദ്ധി ഇല്ലാന്ന്. ഇതിപ്പോ ഞാൻ അത്രയും ഓരോട് കരഞ്ഞ് പറഞ്ഞിട്ടാണ് ഇത്രയും പൈസയെങ്കിലും ഞാൻ പിടിപ്പിച്ചത്. നിങ്ങൾ പേടിക്കണം, ഇല്ല എനിക്ക് വിഷമ. ഇല്ല, അത് വേണ്ട പക്ഷേ. എന്താ അറിയോ, ഞാനിത് പൈസയ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതല്ലല്ലോ. നമുക്ക് അറിയുന്ന ഒരു കല കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവര് സ്റ്റേജിൽ നിന്നിട്ട് അത് കളിക്കുകയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ഉണ്ടാവുന്നൊരു സന്തോഷമുണ്ട്. അതൊക്കെ ഉണ്ട്, അതൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷെ നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ല. നിങ്ങൾക്ക് ഇതാണ് പണി. ഇത് ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ട് ഞാനും അത് പറ്റൂല. ഇത് നിങ്ങൾ പിടിക്കണം. ഇല്ലെങ്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കലോത്സവത്തിനേക്കാളും കൂടുതൽ സാധനം ബാലോത്സവം. അതെ, നന്നായി. ഇതൊക്കെ എന്നുള്ളൊരു മെച്ചം. അല്ല, അതെ, ഇതിപ്പോ എന്താ വെച്ച് കഴിഞ്ഞാല് എല്ലാം കൂടി സാധനം അധികമാണ്. തലയിലോ അല്ലാതെ തല ഇതിൽ കയറി കൊണ്ട് പക്ഷേ അതെ, ഇപ്പൊ എല്ലാ സാധനം ആയല്ല. ഒരു മിനിറ്റ് എന്താ ഇപ്പൊ പോവാ. ഞാൻ പറഞ്ഞിട്ട് പോയാ മതി. ഒരു ചെറിയ സാധനം കൂടി കയറി കഴിഞ്ഞാൽ നമുക്ക് പോവാ. പറയാട്ടാ. അതെ, ഇത് എടുക്കാൻ മറന്ന്. ഈ തോട്ടി എന്തിനാ ഇരിക്കട്ടെ, ഇത് മാത്രം ഇപ്പൊ അവിടെ വെച്ചിട്ടെന്താ കാര്യം? ഇത് എന്തിനൊക്കെ പറക്കാർക്കാലോ, വല്ല പപ്പായ പറിക്കാൻ എടുക്കാലോ. അവിടെ കിടക്കട്ടെ. വേറൊരു കാര്യമുണ്ട്. ഇതിപ്പോ എന്താ വെച്ച് കഴിഞ്ഞാല് ഈ സാധനം ഇതിപ്പോ എല്ലാം കൂടി നമ്മൾ വീട്ടിൽ കൊണ്ടുവച്ചാല് ഇത് എത്ര ദിവസം ഇനി കിട്ടിയതിന്റെ ഇടങ്ങറ് പറയല്ലേ. അത് എവിടെയെങ്കിലും ഏതെങ്കിലും ഫ്രിഡ്ജിലോ സാധനത്തിലൊക്കെ അങ്ങോട്ട് കുത്തി കയറ്റി വെക്കന്നെ. കേട് വന്ന അടുത്ത് കളയാലോ. കേട് പറഞ്ഞാൽ ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് ഇത് മുളച്ചു കഴിഞ്ഞാൽ അതെടുത്ത് നമുക്ക് നടയും ചെയ്യാം. പച്ചക്കറി. പിന്നെ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഇതിനിടയ്ക്ക് സുഗത മാഷ് എന്നെ വന്ന് കണ്ട്. എന്നെ വന്നൊരു മൂപ്പർക്ക് കാര്യമെല്ലാം മനസ്സിലായി. ഇവിടെ എന്റെ അടുത്ത് പറഞ്ഞ് ഒരു 50 തേങ്ങയും ഒരു 25 കിലോ അരി മൂപ്പർക്ക് കൊടുക്കണേ. അടുത്ത വർഷം പോലും നമ്മളെ കൂടത്തിൽ നിന്നോളാം. വേണ്ട. ആ ചെങ്ങായി അർക്കീസാണ്. അന്ന് ആ ടോസ് ഇട്ടപ്പോ ഇതിന്റെ 2 വശം ഒരെണ്ണാണെന്ന് സംശയിച്ച ആളാണ്. പക്ഷേ നമ്മൾ വേറൊരു കാര്യമുണ്ട്. സുഗതം മാഷ് നമ്മളെ കൂടെ വന്നു കഴിഞ്ഞാൽ പ്യാരി ഒറ്റയ്ക്കാവും. പ്യാരി ഒറ്റയ്ക്കായി കഴിഞ്ഞാൽ ആ യൂണിയൻ അങ്ങോട്ട് ബലം കുറയും. അടുത്ത വർഷം ആകുമ്പോൾ പ്യാരി നമ്മളെ കൂടെ നിൽക്കും. നമ്മളെ യൂണിയൻ സ്ട്രോങ് ആവും. രാഷ്ട്രീയം ഇങ്ങനെ തന്നെ, ഒരു ചാക്ക് കൊടുത്ത് ചാക്കിട്ട് പിടിക്കുക, അത്രേ ഉള്ളൂ. കുഴപ്പാവോ? ഒരു കുഴപ്പമില്ല. ഞാനല്ലേ പറയണേ. അതറക്കണ്ട, അത് കുഴപ്പമില്ല. നമുക്ക് ഇറങ്ങാവുള്ളല്ലോ അവിടെ പോയിട്ട്. അതുപോലെ ബാലേട്ടന്റെ അവിടെ കുറച്ച് സാധനം ഇറക്കാണ്ട്. അതെ, വണ്ടി പോട്ടെ. ഇരിക്കും മഷ, ഇവിടെ ഇരിക്കും. പോട്ടെ. സ്പീഡിൽ ആണല്ല ചാക്ക്